ജാനിക്കുട്ടി എന്ന കൊച്ചു പെൺകുട്ടിയുടെ ജീവിതകഥ പറഞ്ഞ് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയായി മാറിയ സീരിയലാണ് മഞ്ഞുരുകും കാലം. 517 എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്ത പരമ്പര 2017 അവസാനിച്ചതെങ്കിലും ഇന്നും അതിലെ താരങ്ങളെ ആരും പ്രേക്ഷകർ മറന്നിട്ടില്ല. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടാകാത്ത തഹസിൽദാറായ വിജയരാഘവന്റെയും രത്നമ്മ ടീച്ചറുടെയും മകളായിട്ടാണ് ജാനിക്കുട്ടി എന്ന VR ജാനകിയെ ഇരുവരും ദത്തെടുക്കുന്നത്. വിജയരാഘവന്റെയും രത്നമ്മയുടെയും കണ്ണിലുണ്ണിയായി ഓടിച്ചാടി നടക്കുന്ന ആദ്യത്തെ കുഞ്ഞ് ജാനിക്കുട്ടിയായി എത്തിയത് ഇപ്പോൾ മഴതോരും മുമ്പേ പരമ്പരയിൽ രേവതിക്കുട്ടിയായി എത്തിയിരിക്കുന്ന ആ പെൺകുട്ടിയാണ്. അന്ന് വെറും 4 വയസ്സായിരുന്നു അവളുടെ പ്രായം. അന്ന് ജാനിക്കുട്ടിയായി എത്തിയ കെസിയ എസ് തോമസ് എന്ന മിടുക്കിയാണ് ഇപ്പോൾ 10 വർഷങ്ങൾക്കിപ്പുറം രേവതിക്കുട്ടിയായി മഴതോരും മുംബൈയിൽ എത്തിയിരിക്കുന്നത്. അതിനിടെ അമ്മുവിൻ്റെ അമ്മയിലെ അമ്മുവായും കറുത്തമുത്ത് സീരിയലിലെ മുത്തുമോളായുമെല്ലാം കെസിയ എത്തിയിരുന്നു. 2.5 വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങിയ കെസിയയുടെ ആദ്യത്തെ സീരിയൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്ത്രീധനമായിരുന്നു. പരമ്പരയിൽ നായികയായ ദിവ്യയുടെ മകൻ കണ്ണനായാണ് കെസിയ അഭിനയിച്ചത്. വലുതായപ്പോൾ മഞ്ഞുരുകും കാലത്തിലും കറുത്തമുത്തിലുമെല്ലാം എത്തി. അതിനുശേഷം സുന്ദരി, ഭാഗ്യലക്ഷ്മി, കുറച്ചുകാലം മുമ്പ് സൂര്യ TVയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കനൽപ്പൂവ് എന്ന സീരിയലിലുമെല്ലാം കെസിയ എത്തിയിരുന്നുവെങ്കിലും അതൊന്നും അത്ര ശ്രദ്ധ നേടിയിരുന്നില്ല. എന്നാൽ മഴതോരും മുംബൈയിലെ രേവതിക്കുട്ടി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. വെറും 14 വയസ്സുകാരിയായ കെസിയ 20ഓളം സീരിയലുകളിൽ ഇപ്പോൾ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ശംഖുമുഖം സ്വദേശിനിയായ കെസിയയുടെ കുടുംബം അച്ഛൻ സഞ്ജയും അമ്മയും അടങ്ങുന്നതാണ്. കെസിയ എസ് തോമസ് എന്നാണ് കെസിയയുടെ മുഴുവൻ പേര്. മഞ്ഞുരുകും കാലത്തിൽ 5ഓളം കുട്ടികളാണ് ജാനിക്കുട്ടിയുടെ വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികളായി എത്തിയത്. അതിൽ ആദ്യം എത്തിയതായിരുന്നു കെസിയ എസ് തോമസ്. അതു കഴിഞ്ഞാണ് നിരഞ്ജന എന്ന കുട്ടി എത്തിയത്. നിരഞ്ജനയുടെ വരവ് പരമ്പരയെ കൂടുതൽ ശ്രദ്ധേയമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഗ്രീഷ്മ എന്ന കുട്ടി എത്തിയതും അതിനുശേഷം നിഖിത എത്തിയതും. ഇപ്പോൾ മഴതോരും മുംബൈയിലും നിഖിതയാണ് നായിക. നിഖിതയുടെ അനിയത്തിയുടെ വേഷത്തിലാണ് കെസിയ എത്തുന്നതെങ്കിലും നായിക കഥാപാത്രത്തോളം തന്നെ ശ്രദ്ധ നേടുന്നുണ്ട് രേവതിക്കുട്ടി എന്ന കെസിയയുടെ വേഷവും. ഇപ്പോൾ 9ാം ക്ലാസ്സുകാരിയായ കെസിയ പഠന തിരക്കുകൾക്കിടയിലാണ് സീരിയൽ അഭിനയവും തുടരുന്നത്. രേവതിക്കുട്ടിയെ ചേർത്ത് പിടിക്കുന്ന മാമച്ചായൻ, ഗ്രേസമ്മ എന്നീ കഥാപാത്രങ്ങൾക്കും നിരവധി പ്രശംസകളാണ് ലഭിക്കുന്നത്. ഏഷ്യാനെറ്റിൽ ആഴ്ചകൾക്ക് മുമ്പ് മാത്രം സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് മഴതോരും മുമ്പേ. ഇതിനോടകം തന്നെ റേറ്റിംഗിലും 4ാം സ്ഥാനത്തേക്ക് എത്തുവാൻ പരമ്പരയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്. അച്ചായൻസ് എന്ന സിനിമയിലും കെസിയ അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.